25 വർഷമായി ബ്രാൻഡഡ് മൊബൈൽ ഫോൺ പ്രൈം സ്പോട്ടായ AD മൊബൈൽസിന്റെ ലിമിറ്റഡ് ഓഫറിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഫോൺ, ആൻഡ്രോയിഡ് ഫോണുകൾ സ്വന്തമാക്കാം. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി വഴി KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമ മാഞ്ഞാലി ആലുവ റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമയായ വട്ടപ്പറമ്പ് സ്വദേശി BO ഡേവിസാണ് ജൂൺ 15 തിങ്കളാഴ്ച തന്റെ ബസ്സിൽ പുരുഷന്മാർക്ക് പൂർണ്ണമായും സൗജന്യയാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6:30 മുതൽ രാത്രി 8 വരെയുള്ള 7 ട്രിപ്പുകളിലും പുരുഷന്മാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഇതോടൊപ്പം സ്വകാര്യ ബസ്സുകളെ കൈവിടാതെ അന്നേ ദിവസം തങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് മധുരം നൽകി സ്വീകരിക്കാനും ഇദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 15 തിങ്കളാഴ്ച KSRTC ബസ്സുകളിൽ വനിതാ യാത്രക്കാർക്ക് സൗജന്യം അനുവദിക്കുകയാണ്. അതേസമയം സ്വകാര്യ മേഖലയിലുള്ള ബസ്സുകൾ നേരിടുന്ന വലിയ പ്രതിസന്ധി മനസ്സിലാക്കാതെ ഇത്തരം തീരുമാനങ്ങൾ എടുത്തതിലുള്ള പ്രതിഷേധമായി ഞാൻ എൻ്റെ മാഞ്ഞാലി ആലുവ റൂട്ടിൽ ഓടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ ഇതേ ദിവസം പുരുഷ യാത്രക്കാർക്ക് സൗജന്യം അനുവദിക്കുകയാണ്. അത്തരത്തിലൊരു വേറിട്ട സമരം നടത്തുന്നത്, അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഇന്നലെ വരെ സ്വകാര്യ ബസ്സിൽ, എൻ്റെ ബസ്സിൽ ഉൾപ്പെടെ യാത്ര ചെയ്ത സ്ത്രീകൾ കേവലം KSRTCയിൽ സൗജന്യം നൽകുന്നു എന്നതിൻ്റെ പേരിൽ അതിലേക്ക് പോകാതെ, ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഞങ്ങൾ പ്രത്യേകം അനുമോദിക്കുന്നു. അവർക്ക് ഞങ്ങൾ മധുരം നൽകി അവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് ഞാൻ ഉയർത്തുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രീതി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം നടത്താനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇതിനകത്ത് ആരെയൊക്കെ ബാധിക്കും? ഇപ്പൊ 10,000-ഓളം ബസ്സുകളാണ് കേരളത്തിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ മുക്കിലും മൂലയിലേക്കും സർവീസ് നടത്തുന്നത്. അതും പതിറ്റാണ്ടുകളായി നടത്തുന്ന സർവീസുകളാണ്. ആ ബസ്സിലെ ഉടമകളെ പ്രതിനിധീകരിച്ചും അതിലെ ജീവനക്കാരുടെ പ്രതിനിധിയായിട്ടും ഇതിനൊരു പ്രതിഷേധം എന്ന നിലയിലാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു സമരമാർഗവുമായിട്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും സർക്കാർ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടും പുതുയുഗ യാത്രയിലും എല്ലാ ജില്ലകൾ തോറും ഈ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംരംഭകര്, നിങ്ങളാണ് സർക്കാരിന് ടാക്സ് പേ ചെയ്യുന്ന ആളുകൾ, അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ, നിങ്ങൾ പ്രയാസത്തിൽ വരാനായിട്ട് ഒരിക്കലും സർക്കാർ കൂട്ടു നിൽക്കില്ല. ആ പറഞ്ഞ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതിനകത്ത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ബസ് ഉടമകളുടെ സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികളുണ്ട്. അവരെ വിളിച്ച് അവരുടെ ആശങ്കകൾ പരിഹരിച്ചിരിക്കണം. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങൾ എന്ന് ചോദിച്ച് അതിന് പരിഹാരം കാണാതെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഈ ബസ്സുകൾ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ എല്ലാ ബസ്സുകളും ഒരുമിച്ച് ഒരേ ദിവസമല്ല പ്രതിസന്ധിയിലാവുന്നത്. ഇപ്പൊ KSRTC ബസ്സുകളുമായിട്ട് ഇടതടവില്ലാതെ വിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഓടുന്ന റൂട്ടുകളുണ്ട്. അവിടെയൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതലുള്ള ബസ്സിലെ യാത്രക്കാര്. അവര് KSRTCയിലേക്ക് മാറുന്നതോടെ ഈ മേഖല വലിയ പ്രതിസന്ധിയിലാവും. ആ പ്രതിസന്ധിയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിക്കെതിരെയോ സ്ത്രീകൾക്കെതിരെയോ ഒന്നുമല്ല ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ അതിന് അനുകൂലമാണ്. ഇത്തരം സ്ത്രീകളെ ശാക്തീകരിക്കണം, അവരുടെ വരുമാനത്തിൽ ഉയർച്ച ഉണ്ടാവണം, വർധനവുണ്ടാവണം. ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഈ സെയിൽസ് വിഭാഗത്തിലും തുണിക്കടകളിലും അതുപോലെയുള്ള തുച്ഛമായ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. അവർ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയാണ്. പക്ഷെ അതുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് ഉണ്ടാകുന്ന പൊതുഗതാഗത സംവിധാനം തകരാറിലാവും. എങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയും? 2,500 3,500 ബസ്സുകൾ ഉള്ള KSRTC ഈ സംസ്ഥാനത്ത് ഏത് രീതിയിൽ ഇതിന് വിന്യസിക്കാൻ പറ്റും? അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതിലൊരു ഉത്തരം കണ്ടെത്തിയതിന് ശേഷം അത് പൊതുവായൊരു നയം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നടപ്പിലാക്കാമായിരുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം. ഡീസൽ വില വർധനവും വിദ്യാർത്ഥികളുടെ കുറഞ്ഞ കൺസെഷൻ നിരക്കും മൂലം സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണ്.
KSRTCയിലെ സൗജന്യ യാത്ര കാരണം ഭൂരിഭാഗം വരുന്ന വനിതാ യാത്രക്കാരെയും സ്വകാര്യ ബസ്സുകൾക്ക് നഷ്ടപ്പെടും. ഇത് വലിയൊരു തൊഴിൽ നഷ്ടത്തിലേക്കും സർവീസുകൾ നിർത്തലാക്കുന്നതിലേക്കും വഴിമാറുമെന്ന് BO ഡേവിസ് പറഞ്ഞു. ഞാനത് ഒരു പ്രതിഷേധമായിട്ട് ഇവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഈ ഒരു സമരത്തിന്റെ രീതി അവലംബിച്ചത്. അതുകൊണ്ട് തന്നെ പുരുഷ യാത്രക്കാരെയോ ലിംഗഭേദമില്ലാതെ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ അതെല്ലാം സ്വകാര്യ മേഖലയിൽ ഇത്രയധികം ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളും കൂടി പരിഗണിക്കണം. അത്തരത്തിലൊരു തീരുമാനത്തിലാണ് എത്തേണ്ടത്. ഇവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൽ ആരും വിരോധമില്ല, സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ ആർക്കും വിരോധമില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ ഈ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധരായിട്ട് ചിത്രീകരിച്ച് ചാപ്പ കുത്തുന്ന അത്തരം സമീപനങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നമ്മൾ തുറന്നു പറയുന്ന ചില കാര്യങ്ങൾ തിരുത്തേണ്ടത് തിരുത്തണം. ആ തിരുത്തി പോയാൽ മാത്രമേ ഇവിടെ സംരംഭകർ നിലനിൽക്കൂ. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം നൽകുന്ന ഒരു വിഭാഗമാണ്, ഇവിടുത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന വിഭാഗമാണ്, വർഷങ്ങളായിട്ട് ഇവർ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ആ ഒരു നീക്കം പൊതുസമൂഹം തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ 19-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ചില ഇളവുകളൊക്കെ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കാം. ആരും അത് ഒരു ഉറപ്പ് പറയുന്നില്ല. കേവലം ഒരു നിസ്സാര തുക ഡീസലിന് സബ്സിഡി തന്നോ അല്ലെങ്കിൽ റോഡ് നികുതിയിൽ ഒരു ചെറിയ ഇളവ് തന്നോ മാത്രം ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലവിധ മാർഗങ്ങളുണ്ട്. ഇത് നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അത് ഈ നിലവിലുള്ള ബസ്സുകളുടെ അവരുടെ ഭാവി, അവരുടെ കുടുംബങ്ങളുടെ, അവരുടെ ജീവനക്കാരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത് വേണമെങ്കിൽ ഞങ്ങൾ സർക്കാരിന് ബസ്സുകൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് മാന്യമായിട്ടുള്ള അതിനകത്തൊരു പ്രതിഫലം തരാൻ തയ്യാറായാൽ മാത്രം മതി. ഞങ്ങൾക്കിതൊരു വരുമാന മാർഗമാണ്. അത് ഇല്ലായ്മ ചെയ്ത് ഞങ്ങൾ ഇനി എവിടെ പോകും? ഇതാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് ഞാൻ ഈ വേറിട്ട ഈ സമര രീതിയിലൂടെ സർക്കാരിനോട് ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ചോദ്യം. ഗ്രാമപ്രദേശങ്ങളിലെയും മലയോര മേഖലകളിലെയും പൊതുഗതാഗത സംവിധാനം തകരാതിരിക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് സൗജന്യമായി ഡീസൽ നൽകിയും റോഡ് നികുതി ഒഴിവാക്കിയും സർക്കാർ ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. 25 വർഷമായി ബ്രാൻഡഡ് മൊബൈൽ ഫോൺ പ്രൈം സ്പോട്ടായ AD മൊബൈൽസിന്റെ ലിമിറ്റഡ് ഓഫറിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട iPhone, Android ഫോണുകൾ സ്വന്തമാക്കാം.